എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും വീണ്ടും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച അല്ലിയിളം പൂവോ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയും ചരണവുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അനുപല്ലവിയും ചരണവും ഒരേ ട്യൂൺ തന്നെയാണ്, അതായത് ഒരേ സ്വരങ്ങൾ തന്നെയാണ്. അപ്പം അത് അനുപല്ലവി പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ചരണവുമായി അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ വൺകല്ലലമോളും കാറ്റേ വൺ പനി പമ പനി പമ പനി പ വൺകല്ലലമോളും കാറ്റേ വൺ പനി പമ പമ പനി പമ എന്ന് വരും. പമ പനി വീണ്ടും പമ പനി, അവിടെ പനി പമ പനി പ വൺകല്ലലമോളും കാറ്റേ വൺ ഒന്നിട്ട് വായിക്കാം. വൺ അവസാനത്തെ പാക്യം പനിമ എന്ന് വരും. പനിമ സ്പീഡായിട്ട് വരും, ടച്ച്. വൺ അടുത്തത് വൺ പുല്ലാനി കാട്ടിലെ കാറ്റേ വൺ പുല്ലാനി വണ്ണി നിസനി പനി സനി പനി സനി പ വൺ പുല്ലാനി കാട്ടിലെ കാറ്റേ വണ്ണി നിസനി പനി സ നീ പ നിസനി പനി സ നിസനി പനി സനി പ വൺ പുല്ലാനി കാട്ടിലെ കാറ്റേ വണ്ണി നിസനി പനി സനി പനി സനി പ വൺ അപ്പൊ ഞാൻ ആ രണ്ടുപേര് ചേർത്ത് വായിക്കാം. കല്ലലം മോളും കാറ്റ് പുല്ലാനി കാട്ടിലെ കാറ്റ്. വൺ വൺ കന്നിവയൽ കാറ്റേ നീ വൺ പനി പാപ്സ പനി പാപ്പാസ പാസ ഒഴുകി പോകും. വൺ പനി പാപ്പാസ വൺ സാരി സനേനി വൺ കാറ്റേ നീ വൺ സാരി സനേനി വൺ പനി പാസ കന്നിവയൽ വൺ കാറ്റേ നീ സാരി സനീനി വൺ പനി പാസ സാരി സനീനി. ഒന്നുകൂടി. വൺ വൺ കൺമണിയേ ഉറക്കാൻ വാ വൺ കൺമണിയേ നീ സനീമാ നീ സനീമാ പപ പാപ ഉറക്കാൻ വാ വണ്ണി സനീമാ പപ പാപ വൺ കൺമണിയേ ഉറക്കാൻ വാ കൺമണി നീ സനി പപ പാപ.
അപ്പൊ കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉറക്കാൻ വാ ചേർത്ത് പറയാം. വൺ അതും 2 തവണ ഉണ്ട്. അതിന്റെ രണ്ടാമത്തെ പ്രാവശ്യം എൻഡില് നീ ചെല്ലം ചെല്ലം നീ നീസനീപ്പം തെയ്യം തെയ്യം പാപാനി പാമാം നീ നീസനീപ്പം നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം പാപാനി പാമാം നീ നിസനിപ്പ നിസനിപ്പ അവിടെ നിസനി ആ നീക്ക് നിസനി ടച്ച് വരും. നീ നിസനിപ്പ പനി പനിപമ പനിപമ അവിടെ പനി പനിപമ അവിടെ ടച്ച് വരും. പനിപമ എന്ന് വരും. നീ നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം നീ നിസനിപ്പ 1 2 3 പനി പമ. നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുള്ളി തുള്ളി വാ നീ ചെല്ലം ചെല്ലം അവിടെ ഗ്യാപ്പില്ലാണ്ട് 2 വരും. നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം നീ നീസാനി പപ്പാനി പാമ തുള്ളി തുള്ളി വാ മാപ്പമരി ഗരിസ അവിടെ ഗാ വന്നത് മാപ്പമരി മാപ്പമരി മാപ്പ മപമ മപമരി തുള്ളി തുള്ളി മാപ്പ മപമരി രീ ഗരിസ വാ വാ മാപ്പ മരി രീ ഗരിസ തുള്ളി തുള്ളി വാ നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുള്ളി തുള്ളി വാ. ഒന്നുകൂടി വായിക്കാം. അപ്പൊ ഇത് ആദ്യത്തെ 2 ലൈൻ കല്ലലം മോളും കാറ്റ് പുല്ലാനി കാട്ടിലെ കാറ്റ് അത് 2 പ്രാവശ്യം വരും. പിന്നെ കന്നിവയൽ കാറ്റ് നീ കൺമണിയെ ഉറക്കാൻ വാ അതും 2 പ്രാവശ്യം വരും. പിന്നെ ഒറ്റയടിക്ക് പോകും. അതാണ് അനുപല്ലവിയുടെ ചരണത്തിന്റെ ഓർഡർ. അപ്പൊ ഞാൻ അത് വായിക്കാം. 1 2 3 4. ഇതാണ് അനുപല്ലവിയുടെ ഓർഡർ. അത് കഴിഞ്ഞിട്ട് പല്ലവി ഒറ്റടിക്ക് വന്നിട്ട് ആദ്യത്തെ 2 ലൈൻസിൽ വന്ന് നിൽക്കും. അതാണ് ഇടയ്ക്കുള്ള പല്ലവി. അത് തന്നെയാണ് ചരണം കഴിഞ്ഞിട്ട് അവസാനത്തെ പല്ലവി സെയിം തന്നെ. അപ്പോൾ ഇടയ്ക്കുള്ള പല്ലവിയും അവസാനത്തെ പല്ലവിയും സെയിം തന്നെ. അത് ഞാൻ വായിക്കാം. ഇതാണ് ഇതിൻ്റെ അനുപല്ലവി, ഇടയ്ക്കുള്ള പല്ലവി, ചരണവും അവസാനത്തെ പല്ലവിയും. ഇതെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് എല്ലാവരും ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ഷെയർ ചെയ്ത് എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ പ്രോഗ്രാം എനിക്ക് സന്തോഷമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സകല സപ്പോർട്ടും തരണം. പിന്നെ ഇതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും സ്വരങ്ങളോ അല്ലെങ്കിൽ ടച്ചസോ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ നിങ്ങളെ ഓൺലൈൻ വഴി ഇതിൻ്റെ സ്വരങ്ങൾ സംശയമുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി മുഴുവൻ സോങ്ങായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും വീണ്ടും നമസ്കാരം. താങ്ക് യു.